ഇന്നലെ ഗോ ടൂർ ഇന്ത്യ നടന്നിട്ടുണ്ടായിരുന്നു. മെസ്സി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മെസ്സി വന്നത് ഒത്തിരി കോൺട്രവേഴ്സി ആയി. അത് കൊൽക്കത്തയുടെ നല്ല കണക്ക് കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു മെസ്സി വന്നത്. അവിടുത്തെ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഇന്ത്യയിലെ ഈ ഒരു പരിപാടി ഈ ഫുട്ബോളിന് വളരെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കൊൽക്കത്തയിൽ നടന്നത്. അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടതാണ് വേറെ. അത് മെസ്സി വന്നപ്പോൾ മറ്റ് പല മന്ത്രിമാരൊക്കെ അതിന്റെ നടുക്ക് കയറി നിന്ന് അങ്ങനെ മെസ്സി ആരാന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ആൾക്കാരൊക്കെ ക്ഷുഭിതരായി. അവിടെ വയ്ക്കുന്ന ബാനർ, മെസ്സിയുടെ ബാനർ എല്ലാം അടിച്ച് തകർത്തുകൊണ്ട് പിന്നെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി മറ്റ് അവിടുത്തെ മിക്ക വസ്തുക്കളും മറ്റൊക്കെ അടിച്ച് നശിപ്പിച്ച് പിന്നെ സീറ്റ് ഉൾപ്പെടെ നശിപ്പിച്ചാണ് അവർ പോയത്. അതിനുശേഷം ഒരു മികച്ച പരിപാടി നമ്മൾ കണ്ടു. ഹൈദരാബാദ് രാഹുൽ ഗാന്ധി സ്റ്റേഡിയത്തിൽ, ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തു. ബോളൊക്കെ തട്ടി ഫാൻസിനൊക്കെ ഇട്ട് കൊടുത്തു. ഒരു നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. അവരൊക്കെ വളരെ സ്റ്റാൻഡേർഡ് ആയിരുന്നു. അങ്ങനെ ലൂയിസ് വാരസും റോഡ്രിഗോ ഡീപോളും ഉണ്ടായിരുന്നു കൂടെ. എന്തായാലും രാഹുൽ ഗാന്ധി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയും മെസ്സിയായിട്ട് സ്പാനിഷാണ് അവിടെ സംസാരിച്ചത്. എന്തായാലും മികച്ച രൂപത്തിൽ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാൻ ഹൈദരാബാദിൽ നടന്നു എന്നാണ് ഇപ്പം രാഹുൽ ഗാന്ധി, അവിടുത്തെ മിനിസ്റ്റർ എല്ലാവരും അതിനായിട്ട് മികച്ച രൂപത്തിൽ നിന്നു. അതുപോലെ തന്നെ ഫാൻസും അതിനൊത്ത് നല്ല കണക്ക് തന്നെയാണ് നിന്നത്. ഒരുപാട് സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഒരു മികച്ച പരിപാടിയായിരുന്നു. ഹൈദരാബാദിൽ കോട്ടൂർ നടന്നത്. ഇനിയുള്ളത് മുംബൈയിലാണ് കോട്ടൂർ. മുംബൈയിലും ഡൽഹിയിലും കൂടെയാണ് ഇനി കോട്ടൂർ മറ്റ് പരിപാടികൾ നടക്കാനായിട്ട് പോകുന്നത്. എന്തായാലും കൊൽക്കത്തയിൽ നടന്ന സംഭവം അതൊരു വളരെ ശോകം കൊള്ളിക്കുന്ന ഒരു സംഭവമാണ്. വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സ്റ്റേഡിയം പുതുക്കി പണിയേണ്ടി വരും എന്നുള്ളതാണ്. അതിൽ ഹൈദരാബാദ് മികച്ച രൂപത്തിൽ തന്നെ നടന്നു. അവർ നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്തു എന്നുള്ളതാണ്.